ഇതാണ് എനിക്ക് റിസീവ് ആയിട്ടുള്ള 5 പീസ് ബെഡ്ഷീറ്റ് സെറ്റ് പ്രിന്റ് ആണ്. സത്യം പറഞ്ഞാൽ മീഷോ സ്കാം, വി ഗോട്ട് സ്കാംഡ് ബൈ മീഷോ. ഹലോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു നോക്കി. എന്റെ പേര് അനുഷ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീഷോ ഹോളാണ്. ഇന്നത്തെ മീഷോ ഹോളിൽ നമ്മൾ ഹോം ഡെക്കോർ, അതായത് ബെഡ്ഷീറ്റ് ഉണ്ട്, ഡെക്കോർ ഐറ്റംസ് ഉണ്ട്, ഫാഷൻ ഉണ്ട്, ഇതെല്ലാം കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ വെച്ച് വേസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതെന്തായാലും ഷെയർ ചെയ്യാം. ആൻഡ് ഓൾസോ ഇത്തവണ മീഷോന്ന് വാങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്, അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്കതെല്ലാം ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം കേട്ടോ. സോ അപ്പോൾ നമുക്ക് വേണ്ട ഇന്നത്തെ ഒരു ഹോൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഓൾസോ ഈ ഒരു സെയിം കൈൻഡിലുള്ള മറ്റൊരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത സമയത്ത് ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോർട്സിൽ കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്ന വീഡിയോ കൂടിയാണത്. അപ്പോൾ അതാണ് നമ്മുടെ ബെഡ്ഷീറ്റ് സെറ്റ്. നമ്മുടെ ഒരു വീട്ടിൽ എന്തായാലും നമ്മളെടുത്തുണ്ടാവുന്നതാണ് ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. സോ എന്ന് ചെയ്യുന്നത് 5 പീസ് ബെഡ്ഷീറ്റ് സെറ്റാണ്. 5 പീസിലെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ 2 ക്യൂട്ട് പില്ലോസ് ആണ്, ചെറിയ പില്ലോസ് ആണ് ആദ്യം വന്നിട്ടുള്ളത്. സോ പ്രിന്റ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആണ്. ആൻഡ് ഓൾസോ നല്ല അത്യാവശ്യം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പില്ലോ ആണ് ഇത്. ആൻഡ് ഇതിൽ നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ പില്ലോ കവർ ആണ്. പില്ലോ കവർ ഈ ഒരു പ്രിന്റിലാണ് വരുന്നത്. ആൻഡ് ഇത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു വർക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു സിപ്പ് ക്ലോഷർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ഞാൻ ചിലപ്പോൾ എന്താ പറയുക പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് നൈസ് ആക്ച്വലി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. വലിച്ച് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോവും. ഫോർ ദ പ്രൈസ് ഇത് പോത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ 2 ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്, സോറി പില്ലോ കവർ എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ അതിൽ ബെഡ്ഷീറ്റ് വരുന്നത്. ഇതിൽ കിങ് സൈസും ഡബിൾ സൈസും എന്താണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. അതാണ് ഇതൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതൊരു ഹെയർ കേർലിംഗ് സംഭവമാണ്, കിറ്റാണ്. അതായത് ഹീറ്റ്ലെസ് ഹെയർ കേർലിംഗ് കിറ്റാണ്. അപ്പം ഇതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ബ്ലാക്ക്, ഞാൻ പിങ്ക് കളറാണ് അതിൽ ഉണ്ടായിരുന്നത്, പിങ്കാണ് വരിക എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ബട്ട് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. സോ 2 ബ്ലാക്ക് സ്ക്രഞ്ചീസ് ഉണ്ട് ആൻഡ് ഒരു ഹ്യൂജ് ക്ലിപ്പ് ഉണ്ട്. ഒരു സാധനത്തിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നതെങ്കിലും നമുക്ക് അല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്. വാൾ ഹൂക്സ് ആണ്. നമ്മൾ ഡ്രില്ലൊന്നും ചെയ്യാതെ, ചുമരൊന്നും ഓട്ടയാവാതെ നമുക്ക് ഹൂക്സ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് അടുത്തത്. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ഹൂക്സ് ഉണ്ട്. ഒന്നിങ്ങനെ കാണുന്നുണ്ടോ, ഒന്നിങ്ങനെ തൂക്കിയിടുന്ന ഹൂക്കാണ് ഇത്, ഇങ്ങനത്തെ 10 ആൻഡ് മറ്റേ നമ്മുടെ സ്ക്രൂ ഇല്ലേ, സ്ക്രൂ ഇതേ ഇങ്ങനെ നമുക്ക് ഈ സ്ക്രൂ ഇതിങ്ങനെ ഊരിയെടുക്കണമെങ്കിൽ ഊരിയെടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട, ആസ് പെർ യുവർ ചോയ്സ്. ആൻഡ് ഇവിടെ നമുക്കിതിങ്ങനെ സ്റ്റിക്കർ പൊളിക്കുക, ഒട്ടിക്കുക, വെക്കാം. ഇത് ഞാൻ വാളിൽ, നമ്മുടെ റഫ് വാൾ ഉണ്ടായിരിക്കുമല്ലോ ചുമരിൽ, സാധാ ചുമരിൽ, ഗ്ലാസ്സിലില്ലാത്തതിനെ ചുമരിൽ തന്നെ ഒട്ടിച്ച് ഞാൻ ഫോട്ടോ വരെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്തവണ എന്നല്ല, ഇതുവരെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതിൽ വെച്ചിട്ട് ഇനി ഏറ്റവും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു സമയമാണിത്. സത്യം പറഞ്ഞാൽ മീഷോ സ്കാം, വി ഗോട്ട് സ്കാംഡ് ബൈ മീഷോ. മീഷോ ആണോ സെല്ലേഴ്സ് ആണോ ആരാണെന്ന് നമുക്കറിയില്ല, ബട്ട് നമുക്കുള്ളത് മീഷോ ആയിട്ടുള്ളതാണ്. സോ ഞാൻ ഇവിടെ കാണിക്കുന്ന സ്ക്രീനിൽ കൊടുക്കുന്ന പിക്ചറിലുള്ള ബെഡ്ഷീറ്റ് സെറ്റ്, അതായത് ഈ ബെഡ്ഷീറ്റ് സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 ബെഡ്ഷീറ്റ്സ് വാങ്ങിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. ഈ ബെഡ്ഷീറ്റ് സെറ്റ് പോലെ തന്നെ ഞാൻ മറ്റൊരു ബെഡ്ഷീറ്റ് സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ കുറേ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തുകൊണ്ട് ചില ദിവസം ഓരോരോ ദിവസങ്ങളിലായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പെർട്ടിക്കുലർലി ഒരു ദിവസം ഡെലിവർ ആയ പ്രോഡക്റ്റ്സ് ഞാൻ നോക്കിയപ്പം ഈ ഒരു പ്രോഡക്റ്റ്സ് എനിക്ക് ഡെലിവർ ആയിട്ടില്ല. പകരം ഒരു ചെറിയ പാക്കറ്റാണ് ഉള്ളത്. ഈ ചെറിയ പാക്കറ്റിൽ എന്തായാലും ബെഡ്ഷീറ്റ് കൊള്ളില്ല, മേ ബി ഓർഡർ മാറിപ്പോയതായിരിക്കും വിചാരിച്ചു ഞാൻ പേര് നോക്കിയപ്പം എൻ്റെ പേര് തന്നെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ള പേര് പോലും ഗ്രീൻ ഫ്ലവർ, കിങ് സൈസ്, ഗ്രീൻ കളർ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ അതിൽ കമൻസിലും കണ്ടു കുറേ പേർക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. സോ ഇതാണ് എനിക്ക് റിസീവ് ആയിട്ടുള്ള 5 പീസ് ബെഡ്ഷീറ്റ് സെറ്റ്. ലുക്ക് അറ്റ് ദിസ് 5 പീസ് ബെഡ്ഷീറ്റ് സെറ്റ്. 2
2 പില്ലോ കവറും സോഫയുടെ മേലെ വിരിക്കുന്ന 2 തുണിയും. ഇത് പഴകി എന്തോ തുണി പോലെ ഉണ്ട്. കിട്ടിയ സമയത്ത് ഞാൻ അപ്പോൾ തന്നെ ഞാനത് റിട്ടേൺ ഇട്ടിട്ട് ഞാൻ ചൂസ് ചെയ്തു റോങ് പ്രോഡക്റ്റ് റിസീവ്ഡ്. അതായത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയതുള്ളത്. അതിൽ ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഇത് പിക്കപ്പിന് വേണ്ടി വന്ന സമയത്ത് അവർ പറഞ്ഞു നമുക്കിത് പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് ഇമേജ് ഉണ്ട്. സോ ആ ഇമേജ് വൈസ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് പ്രശ്നമാവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും ഒരു റിട്ടേൺ പിക്കപ്പ് ഇനീഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമേജ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് പിക്കപ്പ് ചെയ്യാമെന്നാണ് ആ ഡെലിവറി കൊണ്ടുവരുന്ന ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, എന്തായാലും റിട്ടേൺ ആവുമല്ലോ ചോദിച്ചപ്പോൾ ആവും അങ്ങനെ കുറേ കേസസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, പിന്നെ ചേട്ടനും പ്രശ്നമാവണ്ട, അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റിട്ടേൺ ഇനീഷ്യേറ്റ് ചെയ്തു ആൻഡ് റിട്ടേൺ റിക്വസ്റ്റ് സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു റിട്ടേൺ പിക്കപ്പ് എന്ന് പറയുന്നത്. സോ ഞാനത് ജസ്റ്റ് ഒന്ന് മീഷോ കസ്റ്റമർ കെയറിൽ വിളിച്ച സമയത്ത് അവർ പറഞ്ഞു നമുക്കത് റിട്ടേൺ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് റോങ് പ്രോഡക്റ്റ് ആണ് റിസീവ് ആയത്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ എക്സ്ക്യൂസസ്. നമുക്ക് അപ്രൂവൽ വന്നിട്ടില്ല, അപ്രൂവൽ വരണം, ബാക്ക് എൻഡ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്രൂവൽ വരുമോ, എത്ര ദിവസം വെയിറ്റ് ചെയ്യണം, കാരണം എനിക്ക് കിട്ടിയത് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആണ്. മീഷോ എന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അതിൻ്റെ സെല്ലേഴ്സ് അതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഇത് ആരുടെ സൈഡിൽ നിന്നാണ് ഇകോം എക്സ്പ്രസ് വഴിയാണ് എനിക്ക് ഡെലിവർ ആയിട്ടുള്ളത്. സോ അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അവർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബട്ട് എനിവേസ് ഞാൻ റിട്ടേൺ റിക്വസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്ന ഡെലിവറി ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഇത് നെക്സ്റ്റ് ഡേ പിക്കപ്പ് ആവേണ്ടതാണ്. സോ ഇഫ് പിക്കപ്പ് ഈസ് സക്സസ്ഫുൾ ഞാൻ ഒരു ഷോർട്ടിൽ എന്തായാലും നിങ്ങൾ അറിയിക്കുന്നുണ്ടായിരിക്കും. ഇനി അതല്ല, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് തന്നെ പിക്കപ്പ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. വാട്ട് എവർ ഹാപ്പൻസ് ഐ വിൽ അപ്ഡേറ്റ് ഇൻ ദിസ് വീഡിയോ ഓർ എനി ഷോർട്സ്. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇൻ കേസ് നിങ്ങളടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ വരാതിരിക്കട്ടെ. സോ ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത് ആക്ച്വലി പില്ലോ ആണ്, ഇതിലൊന്നും നമുക്ക് കിടക്കാനൊന്നും പറ്റത്തില്ല. ബട്ട് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുണ്ട്. ആസ് എ ഡെക്കോർ പീസ് വെക്കാനാണെങ്കിൽ ദിസ് ഈസ് അമേസിങ്, അടിപൊളിയായിട്ടുള്ളതാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്റ്റിച്ചസ് ഒന്നും വിസിബിൾ അല്ല. ബട്ട് നമ്മളിങ്ങനെ ചൂഴ്ന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളിങ്ങനെ അതിലേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ കുറച്ചൊക്കെ സ്റ്റിച്ചിങ്ങിന് അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. സോ ദിസ് ഈസ് ആർ നെക്സ്റ്റ് പർച്ചേസ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു വേറൊരു പീസ് ഇതിൻ്റെ തന്നെ മറ്റൊന്ന് ചിലപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കില്ല, കാരണം എല്ലാ പീസിനും ഒരേ ഡിഫക്റ്റ് വരില്ല. സ്റ്റിച്ചിൻ്റെ ക്വാളിറ്റി ഒന്നുകൂടി ബെറ്റർ ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബട്ട് ആസ് എ ഡെക്കോർ ഐറ്റം ദിസ് ഇസ് റിയലി ഗുഡ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഹോം ഡെക്കോറാണ്. ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് സെറ്റ് ഓഫ് 6 ആണ്. ഇതാണ് ഐറ്റം. ഞാൻ കുറച്ചുകൂടി വലുപ്പം പ്രതീക്ഷിച്ചു, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. കണ്ടോ, ഈ 2 ഒരുപോലെയാണ്. ഇതാണ് ഇതിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണ് അടുത്ത 2. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ, പക്ഷേ ഇത് നല്ല ഇങ്ങനെ ഊരി പോരുന്നതാണ്. നല്ല രീതിയിൽ അവിടെ ഫിറ്റ് ആയിട്ട് ഇരുന്നോളും, വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. ഒന്നും ഒരുപോലെ, ഒന്നുകിൽ ഈ ഡിസൈൻ 2 വരുന്നതാണ്, അല്ലെങ്കിൽ ഈ ഡിസൈൻ 2 വരുന്നതാണ്. പക്ഷേ ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വലുതാക്കുകയും ചെയ്യാം കേട്ടോ, കുറച്ചൊന്ന് വിടർത്തി കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹോം ഡെക്കോർ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ഓഫ് 6 ആണ്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. Now let's move on to a fashion item that is a chicken curry kurta. A beautiful set. ഞാനിവിടെ ഇമേജ് കൊടുക്കാം കേട്ടോ. ഇതെനിക്ക് ചെറിയ സൈസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, സോ ഐ ഹാവ് ടു റീപ്ലേസ് ദിസ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. ടോപ്പിൻ്റെ ക്വാളിറ്റിയാണ് ബോട്ടത്തിൻ്റെ ക്വാളിറ്റീനേക്കാളും നല്ല ക്വാളിറ്റിയിലാണ് ടോപ്പ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. അത് വൈഡ് ആയിട്ടുള്ള ബോട്ടമാണ് വന്നിട്ടുള്ളത്. പലാസമാണ്, ബട്ട് സ്റ്റിൽ ബോട്ടത്തിന് കുറച്ചുകൂടി ഒരു വൈഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഓൾസോ ഇതിലിങ്ങനെ വൈറ്റ് ഇങ്ങനെ പ്രിൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കുർത്ത നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇമേജിൽ കണ്ട സമയത്ത് ഭയങ്കര കളർഫുൾ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു
കുർത്തയായിരുന്നു. ആൻഡ് ഇതിന് നെക്കിന്റെ ഡിസൈനും കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന നെറ്റ് പോലത്തെ ഒരു സാധനമില്ല. ഓ മൈ ഗോഡ്, സമ്മറിൽ പ്ലീസ് ഡോണ്ട് ബൈ ഇത്. സമ്മറിൽ നമുക്കിത് ഒട്ടും പറ്റില്ല. ചൂടെടുത്ത് നമ്മൾ ബുദ്ധിമുട്ടിപ്പോവും, വശം കിട്ടും. പക്ഷെ ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ആൻഡ് ഇത് അനാർക്കലി ഒരു മോഡലാണ്. സൈഡ് സ്ലിറ്റ് ഒന്നുമില്ല. പക്ഷെ പ്രിന്റൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഉള്ളിൽ ലൈനിങ്ങും കൂടി ഉണ്ട്. പ്ലീസ് ചെക്ക് ദ പ്രൈസസ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അതുകൊണ്ടാണ് ഇതിൽ പ്രൈസ് പറയാത്തത്. കാരണം ഇതിൽ പലതും ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് എന്ന പ്രൈസ് അല്ല, ഇപ്പം ചിലത് കൂടിയിട്ടുണ്ട്, ചിലത് കുറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഒരു ഡെക്കർ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു വാൾ ഹാങ്ങിങ് ഷെൽഫാണ്. നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷെൽഫാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആക്ച്വലി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ഐറ്റം എന്ന് പറയുന്നത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു സ്റ്റോറേജ് ഓർഗനൈസർ ആണ്, സ്റ്റോറേജ് സ്റ്റാൻഡാണ്. 4 ട്രേസ്, 4 തട്ടുകളായിട്ട് വരുന്ന വിത്ത് വീലുള്ള ഒരു സ്റ്റാൻഡാണ്. ഞാനിവിടെ ഇമേജ് കൊടുക്കാം. ഞാനത് ആക്ച്വലി റൂമിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇമേജ് കൊടുക്കാം. അത് എന്താ പറയുക, നല്ല യൂസ്ഫുള്ളാണ്. എനിക്ക് പ്രോഡക്റ്റ്സ് എല്ലാം കീപ്പ് ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ്. ഒരുപാട് എത്ര വെയിറ്റ് അത് താങ്ങുമെന്ന് ചോദിച്ചാൽ ഞാനിപ്പം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോഡക്റ്റ്സ്, ലിക്വിഡ് ഐറ്റംസ് ആയിട്ടും ഷാംപൂ ഐറ്റംസ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസേഴ്സ്, അങ്ങനെ എല്ലാം ഒരുപാട് ഞാൻ വെച്ചിട്ടുണ്ട്. സ്റ്റിൽ അത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഐ തിങ്ക് അത്യാവശ്യം നമ്മുടെ ഹോംലി നീഡ്സിനെല്ലാം അത് യൂസ്ഫുൾ ആയിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സ്റ്റിക്കി ടേപ്സ് ആണ്. സ്റ്റിക്കി ടേപ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചില ഡ്രസ്സുകളൊക്കെ ഇടുന്ന സമയത്ത് എന്താ പറയുക, ലൂസാണ് അല്ലെങ്കിൽ കുറച്ച് ഡീപ്പ് നെക്ക് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത്, ഇനിയിപ്പോൾ അതുപോലെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇങ്ങനെ തെന്നിപ്പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെൽഫ് അഡ്ഹസീവ്, ഈ ഒരു ഫാഷൻ ടാപ്പ് യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്കി പാർട്ടുണ്ട്, അത് നമുക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. രണ്ടതാണ് നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ആർ ടുഡേയ്സ് മീഷോ ഹോൾ. ഹോൾ വേണമെന്നുണ്ടെങ്കിൽ പറയട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ മീഷോ ഹോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കണിൽ മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ എന്നതിൽ കൂടി ടിക്ക് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും മിസ്സാവാതെ കാണാൻ പറ്റുന്നതും. സോ പിന്നെ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും കീപ് സ്മൈലിംഗ്, ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. Bye-bye.